به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസിനികളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ അവന്റെ ദീനിന്റെ മാർഗത്തിൽ സമയം ചെലവഴിക്കാനും കേൾക്കാനും അറിയാനും പഠിക്കാനും നമുക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ചു കൂടൽ നാളെ സ്വർഗത്തിലേക്ക് ഉപകാരപ്പെടുന്ന ഒരു സ്വാലിഹായ സൽക്രമമായി, സുഹൃതമായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന, നമ്മുടെയൊക്കെ ജീവിതവുമായി ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് ഇൻഷാ അല്ലാഹ് ഈ ഒരു സമയത്ത് നിങ്ങളോട് സംസാരിക്കുവാനുള്ളത്. ഒരുങ്ങുക നാളേക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ ആ ഒരു വാചകത്തിൽ നിന്ന് തന്നെ വിഷയത്തിന്റെ ഗൗരവം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിട്ടുണ്ടാകും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചും നാളേക്ക് വേണ്ടി ഒരുങ്ങുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അഭിസംബോധന ചെയ്തത് യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ്, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നവരായി മാറണം. വൽതൻദുറു നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന് ഓരോരുത്തരും ചിന്തിക്കട്ടെ, ആലോചിക്കട്ടെ, നോക്കിക്കൊള്ളട്ടെ എന്നതാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് വളരെ ഗൗരവത്തോടു കൂടി ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യമാണ് നാളേക്ക് വേണ്ടി നമ്മൾ എന്താണ് ഒരുക്കിയിട്ടുള്ളത്, സമ്പാദിച്ചിട്ടുള്ളത് എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഉദാഹരണത്തിന്, നാളെ നമുക്കൊരു യാത്രയുണ്ട് എന്ന് പറഞ്ഞാൽ ആ യാത്ര കുറച്ച് സുദീർഘമായതാണ്, അതല്ലെങ്കിൽ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നതാണ് എന്ന് നമുക്ക് അറിയിപ്പ് കിട്ടിയാൽ, വിവരം കിട്ടിയാൽ നാം അതിനു വേണ്ടി ഒരുങ്ങാറുള്ളത് ശക്തമായി കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ, നാളെ പോകുമ്പോൾ എന്തെല്ലാം തന്റെ ബാഗിൽ കരുതണം, വസ്ത്രവും വെള്ളവും ഭക്ഷണവും തുടങ്ങി നമുക്ക് ആവശ്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ വളരെ താല്പര്യത്തോടു കൂടി ഒരുക്കുകയും അത് സ്വരൂപിക്കുകയും അതിനടക്കി വെക്കുകയും അത് ഏറ്റവും നല്ല രൂപത്തിൽ നമ്മൾ അതിനു വേണ്ടി തയ്യാറെടുക്കാറുണ്ട്. ഇതേപോലെ നമ്മൾ ചിന്തിച്ചു നോക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സുനിശ്ചിതമായ തീരുമാനമാകുന്ന മരണം ഏത് സമയത്തും നമ്മെ പിടികൂടാവുന്നതാണ്. അതിലൊരിക്കലും നമുക്ക് ഓടി ഒളിക്കുവാനോ അശ്രദ്ധമാകുവാനോ സാധ്യമല്ലാത്ത വണ്ണം നമ്മുടെ വിചാരണയും നമ്മുടെ മരണവും നമ്മിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ നടത്തിയൊരു പ്രയോഗം ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിളൂൻ എന്നാണ്. എന്താണ് പറഞ്ഞത്? ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും, ജനങ്ങൾക്ക് അവരുടെ വിചാരണ, അവരുടെ ഹിസാബ് അടുത്തു വന്നെത്തിയിരിക്കുകയാണ്. പക്ഷേ വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിളൂൻ, ജനങ്ങൾ ഗഫ്ലത്തിലാണ്. ഗഫ്ലത്ത് എന്ന് പറഞ്ഞാൽ നഷ്ടക്കച്ചവടത്തിലാണ്, അതല്ലെങ്കിൽ മനുഷ്യർ അശ്രദ്ധയിലാണ്. അപ്പൊ നമ്മുടെ വിചാരണ നമുക്ക് വരാനുണ്ട് എന്നതല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വന്നു ചേരും എന്നതുമല്ല പറഞ്ഞത്. നിങ്ങൾക്കിതാ വന്നെത്തിയിരിക്കുകയാണ് എന്നതാണ് അവിടെ പ്രയോഗം. അപ്പൊ നമുക്ക് ഏത് സമയത്തിലേക്കും നമ്മൾ ഒരുങ്ങി തയ്യാറെടുക്കേണ്ട, പാരത്രിക ജീവിതത്തിലേക്ക് ഏത് സമയത്തും നമ്മൾ കാലെടുത്ത് വെക്കേണ്ടവരാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നമ്മൾ യാത്രക്ക് വേണ്ടി ഒരുക്കുമ്പോൾ അതിനെന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം കൃത്യമായി നമ്മൾ തയ്യാറെടുക്കാറുണ്ട്.
എന്നാൽ നമുക്ക് ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത, ഒരിക്കലും മടങ്ങി വന്ന് ഒന്നും ചെയ്യാൻ കഴിയാത്ത, എന്നിനു പറഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും നമുക്ക് നീട്ടിക്കിട്ടാത്ത ഒരു യാഥാർത്ഥ്യ ലോകത്തേക്ക് നമ്മൾ പ്രവേശിക്കാനുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ല, ഒരു മനുഷ്യന്റെ അടുക്കലേക്ക് മരണം വരുന്ന സമയത്ത് ആ മനുഷ്യർ റബ്ബിനോട് ഇങ്ങനെ അവധി നീട്ടി ചോദിക്കാൻ, അവസരം ചോദിക്കാൻ. എന്താ ചോദ്യം? കാല റബ്ബിർജിഊൻ, അള്ളാഹു എന്നെ ഒന്ന് നീ മടക്കി തരുമോ എന്നാണ്. ആ മടക്കി കിട്ടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു, ഞാൻ ഉപേക്ഷ വരുത്തിയ ഒരുപാട് കർമ്മങ്ങളുണ്ട്, സുഹൃതങ്ങളുണ്ട്, നന്മകളുണ്ട്, അത് ചെയ്ത് ഞാൻ മടങ്ങി വരാം എന്ന് പറയുമ്പോൾ കല്ല ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ എന്നാണ്. അവർക്കിനി ഒരു അവസരമില്ല, അതൊരു വെറും വർത്തമാനമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയുന്നതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇങ്ങനെ നമുക്ക് അള്ളാഹു നിശ്ചയിച്ച ആ മരണത്തിന്റെ സമയത്ത് മലക്കുകളോട് ഈ മനുഷ്യർ അവധി ചോദിക്കുമ്പോൾ അള്ളാഹു മലക്കുകളിലൂടെ അറിയിക്കുന്നത് നിങ്ങൾക്കിനി സമയമല്ല എന്നാണ്. അപ്പൊ നമുക്ക് കിട്ടിയ ആയുസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന ഈ ജീവിതം എന്ന് പറഞ്ഞാൽ വിലപ്പെട്ടതാണ്. മുൻഗാമികൾ പറഞ്ഞതുപോലെ ഇബ്നു ആദമിന്റെ മോനെ, ഇന്നമാ അൻത അയ്യാം, നീ തന്നെയാണ് ദിവസങ്ങൾ. ആദമിന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാവരും അതിൽപ്പെട്ടു. നിങ്ങൾ തന്നെയാണ് ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ കുല്ലമാ ദഹബ യൗമുൻ ദഹബ ബഅദുക, ഓരോ ദിവസങ്ങളും കഴിഞ്ഞു പോകുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ ഓരോ അവസ്ഥകളും ഓരോ രൂപവും എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിരക്കാത്ത മുടികൾ നരച്ചു തുടങ്ങി, നമ്മുടെ എല്ലുകൾ, നമ്മുടെ പേശികൾ, നമ്മുടെ സന്ധികൾ അതെല്ലാം അനാരോഗ്യത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. 2024 നമ്മുടെ പുതിയ കലണ്ടർ നമ്മുടെ ചുമലിൽ തൂക്കിയിട്ടുണ്ടെങ്കിൽ ഏതോ ഒരു മാസത്തിലെ, ആഴ്ചയിലെ ഒരു ഡേറ്റിൽ, ഒരു സമയത്തിൽ, ആ സെക്കൻഡിലായിരിക്കാം നമ്മുടെ റൂഹിനെ പിടിക്കുന്ന സമയമെന്ന് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചതെങ്കിൽ ഒരിക്കലും നമുക്ക് അതിൽ നിന്ന് ഒരു മടക്കം സാധ്യമല്ല എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കിപ്പോൾ ആയുസ് തന്നിട്ടുണ്ട്. അല്ലാഹു നമ്മെ ഇപ്പോൾ ഈ സമയം വരെ തിരിച്ചു വിളിച്ചിട്ടില്ല. ലോകത്ത് തന്നെ ഒരു ദിവസത്തെ മരണത്തിന്റെ കണക്ക് നമ്മൾ പരിശോധിച്ചാൽ 1,00,000-ലധികം ആളുകൾ ഒരു ദിവസം മരിക്കുന്നുണ്ടെന്നാണ്. ഒരു ദിവസം 1,00,000-ലധികം ആളുകൾ ലോകത്ത് മരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ മിനിറ്റുകളിൽ മരിച്ചു, കഴിഞ്ഞ മണിക്കൂറുകൾ ആളുകൾ മരിച്ചു, കഴിഞ്ഞ ദിവസങ്ങളിൽ മരിച്ചു, ഇനിയും മരിക്കാനിരിക്കുന്നു, മരണം കാത്തു കിടക്കുന്നു പല മനുഷ്യന്മാരും. അപ്പൊ ഞാൻ പറഞ്ഞെന്താ വെച്ചാല്, ഇതേവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ നമ്മെ ആ ഒരു തീരുമാനത്തിന് നമ്മെ നിശ്ചയിച്ചിട്ടില്ല എങ്കിൽ, നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ആയുസ് നീട്ടി തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ തയ്യാറെടുക്കേണ്ടത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, തീർച്ചയായും നമ്മൾ പറയേണ്ടതും നമ്മൾ ഉറപ്പിക്കേണ്ടതും മനസ്സിൽ പ്രതിജ്ഞ എടുക്കേണ്ടതും മരണത്തോടുകൂടി എനിക്ക് തുടങ്ങാനിരിക്കുന്ന പാരത്രിക ജീവിതത്തിന് വേണ്ടിയിട്ടാണ്. ഒരു ചരിത്രം നമുക്കറിയാം. മഹാനായ അതാഉസ്സലമ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ പ്രത്യേകത, അദ്ദേഹം കച്ചവടക്കാരനാണ്. അദ്ദേഹത്തിന്റെ കച്ചവടം എന്ന് പറഞ്ഞാൽ പുതപ്പാണ് അദ്ദേഹത്തിന്റെ കച്ചവടത്തിന്റെ കച്ചവടം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ സാധനം. അപ്പൊ ഒരിക്കൽ അദ്ദേഹം അങ്ങാടിയിൽ പുതപ്പെല്ലാം വിരിച്ചിട്ട് ആ പുതപ്പ് കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതാഉസ്സലമ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ചില ആളുകൾ വരികയാണ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ പുതപ്പ് ഇങ്ങനെ പൊക്കിപ്പിടിച്ചിട്ട് അതാഇനോട് പറഞ്ഞു, അതാഎ, ഈ പുതപ്പിൽ ന്യൂനത ഉണ്ടല്ലോ, ഈ പുതപ്പിൽ കുറ്റങ്ങളും കുറവുകളും പോരായ്മകളുമുണ്ട്. ഇതിന്റെ നൂലുകളെ സംബന്ധിച്ചും അത് നെയ്തതിനെ സംബന്ധിച്ചുമുള്ള പരാതികൾ അതാഉസ്സലമ റളിയല്ലാഹു അൻഹുവിനോട് ആളുകൾ പറയാൻ തുടങ്ങി. ആ സമയം ആ സ്വഹാബിയുടെ കണ്ണ് നിറയുകയും അദ്ദേഹം കരയുകയും ചെയ്യുകയാണ്. അപ്പൊ ഈ ആളുകൾ ചോദിച്ചു, അതാഎ, എന്തിനാണ് അങ്ങ് കരയണത്? ഞങ്ങൾ പറഞ്ഞത് ഈ പുതപ്പിന്റെ ന്യൂനതകളാണ്, ഈ പുതപ്പിന്റെ കുറവുകളും കുറ്റങ്ങളുമാണ്. ഞങ്ങൾ താങ്കൾ പറഞ്ഞ വില തന്ന് ഇത് വാങ്ങാൻ തയ്യാറാണ്, ഞങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. മഹാനായ അതാഉസ്സലമ റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞപ്പോൾ അവരോട് തിരിച്ച് പ്രതികരിക്കുന്നത്, ഒരിക്കലും നിങ്ങൾ പറഞ്ഞ ഈ പുതപ്പിന്റെ വിഷയത്തിലല്ല എന്റെ പ്രയാസം. ഞാൻ കരഞ്ഞതും എന്റെ കണ്ണുകൾക്ക് കണ്ണുനീര് സമ്മാനിച്ചതിന്റെയും കാരണം, നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതാഇനെ വിചാരണ ചെയ്യുന്ന സമയത്ത്, അതാഇ, നിന്റെ നോമ്പ്, നിന്റെ നമസ്കാരം, നിന്റെ സ്വതക്ക, നിന്റെ നന്മകൾ, നിന്റെ ദിക്ർ, നിന്റെ ഖുർആനിന്റെ പാരായണങ്ങൾ, ഇതിലെല്ലാം പോരായ്മകൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരിക്കലും
ആ പോരായ്മകളെ നികത്തി അത് പൂർത്തിയാക്കി അതിൽ എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ ആ കുറവുകളെ പരിഹരിച്ച് എനിക്ക് തിരിച്ചു പോകാൻ സാധ്യമല്ല. ഈ പുതപ്പിനെ നിങ്ങൾ പറഞ്ഞ കുറ്റങ്ങളും കുറവുകളും അത് യഥാവിധം നന്നാക്കി നെയ്ത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ അതിനെ മാറ്റാൻ എനിക്കിപ്പോൾ കഴിയും. അതിന്റെ വിഷയത്തിലല്ല ഞാൻ കരഞ്ഞത്, മറിച്ചോ പരലോകത്ത് എന്റെ കർമ്മങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വിചാരണക്കെടുക്കുമ്പോൾ അതിൽ കുറ്റങ്ങളും കുറവുകളും പോരായ്മകളും അതിൽ എന്തെങ്കിലും ഒരു ന്യൂനതയും കണ്ടാൽ അതൊരിക്കലും എനിക്ക് മടങ്ങി തിരിച്ചു വന്ന് ചെയ്യാൻ സാധ്യമല്ലല്ലോ എന്നതാണ് എന്റെ പ്രയാസമെന്ന് അതാഉ സലമ റളിയല്ലാഹു അൻഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കിയ സഹോദരിമാരെ, നമ്മൾ എന്തെല്ലാം കർമ്മങ്ങൾ പരലോകത്തിന് വേണ്ടി ചെയ്യുന്നു. അപ്പൊ നമ്മൾ 5 നേരം കൃത്യമായി നമസ്കരിക്കുന്ന ആളുകളാണ്. ആ നമസ്കാരം തന്നെ കൃത്യമായും വ്യക്തമായും പൂർണ്ണമായും അത് പ്രായോഗികമായ തലത്തിൽ നിർവഹിക്കുന്ന ആളുകളാണോ നമ്മൾ എന്ന് ചോദിച്ചാൽ, ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാര്യം എന്താണ്? 60 കൊല്ലം നമസ്കരിച്ച ഒരാളുടെ നമസ്കാരം അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചില്ല എന്നാണ്. 60 കൊല്ലം നമസ്കരിച്ച ഒരാളാണോ അള്ളാഹ് സ്വീകരിച്ചില്ല. 3 കാരണങ്ങളാണ് പറഞ്ഞത്. അതിലൊന്ന് സുജൂദ് ശരിയായില്ല, രണ്ടാമത്തതോ റുക്കൂഅ് ശരിയായില്ല, മൂന്നാമത്തത് ഖുശൂ ഉണ്ടായില്ല. നമ്മളൊക്കെ പറയും നമസ്കരിക്കുന്നുണ്ടല്ലോ, എങ്ങനെങ്കിലൊക്കെ നമസ്കരിച്ചാൽ മതി എന്ന് പറയാറുണ്ട് അല്ലെ. എന്നാൽ ഈ 3 കാരണങ്ങൾ മുന്നിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് 60 കൊല്ലം നമസ്കരിച്ച ഒരു വ്യക്തിയുടെ നമസ്കാരം അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ സ്വർഗത്തിന് വേണ്ടി, പരലോകത്തിന് വേണ്ടി, മരണാനന്തരമുള്ള ജീവിതത്തിന് വേണ്ടി, ഖബറിലെ ജീവിതത്തിന് വേണ്ടി പല നന്മകളും ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരുക്കി സമ്പാദിക്കുന്നുണ്ട്, ഒരുക്കി വെക്കുന്നുണ്ട്. എന്നാൽ അതിന്റെ പൂർണ്ണവും പ്രായോഗികവുമായ തലത്തിൽ അതിനെ നമ്മൾ കൊണ്ടുവരുമ്പോൾ അതിലെന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ നമുക്കിനി നികത്താൻ സമയമുണ്ടോ എന്നത് ആത്മാർത്ഥമായി നമ്മൾ ചിന്തിക്കുക. നികത്താൻ ഒരിക്കലും സമയം കിട്ടില്ല. ആ സമയം എന്ന് പറയുന്നത് നമ്മിൽ നിന്ന് ഇങ്ങനെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ദുനിയാവ് നിങ്ങളെ കൊണ്ട് ഇങ്ങനെ പോകുന്നു, പരലോകം നിങ്ങളുടെ അടുക്കലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ദുനിയാവിനും ആളുകളുണ്ട്, പരലോകത്തിനും ആളുകളുണ്ട്. എന്നാൽ അദ്ദേഹം പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ ദുനിയാവിന്റെ ആളുകളായി ഒരിക്കലും മാറരുത്, നിങ്ങൾ പരലോകത്തിന്റെ ആളുകളായി മാറണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കർമ്മത്തിന്റെ ദിവസമാണ്. വഗദൻ, നാളെയാകട്ടെ നിങ്ങൾക്ക് കർമ്മമില്ല, നിങ്ങളുടെ ഹിസാബിന്റെ വിചാരണയുടെ ദിവസമാണ് എന്ന് നമ്മെ പഠിപ്പിക്കാൻ. അപ്പൊ ഇന്ന് നമ്മൾ കർമ്മത്തിന്റെ ലോകത്താണ്. ഇന്ന് കണ്ണടച്ചാൽ നമ്മൾ വിചാരണ ലോകത്തേക്ക് കാലെടുത്തു വെക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി സ്വന്തത്തെ ഒന്ന് പരിശോധിക്കണം. നമ്മൾ ദുനിയാവിന്റെ ആളുകളാണോ അതല്ല പരലോകത്തിന്റെ ആളുകളാണോ? ഒരു പണ്ഡിതനോട് ഒരു വ്യക്തി വന്ന് ചോദിക്കാണ്, ഞാൻ ദുനിയാവിന്റെ ആളാണോ പരലോകത്തിന്റെ ആളാണോ എന്നറിയാൻ എനിക്ക് എന്താണ് വഴി? അപ്പൊ അദ്ദേഹം പറഞ്ഞു, എളുപ്പമാണ്, കുറെ വഴികളുണ്ട്. എന്നാൽ അദ്ദേഹം തിരിച്ചു കൊടുക്കുന്ന പ്രതികരണം എന്താണെന്ന് വെച്ചാല്, നമ്മളെല്ലാം ഏറെ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞു കൊടുത്തത്. അദ്ദേഹം പറയാണ്, നിങ്ങൾ ആർക്കെങ്കിലും അടിവരയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദുനിയാവിന്റെ ആളാണോ പരലോകത്തിന്റെ ആളാണോ എന്ന് തിരിച്ചറിയാനുള്ള മാർഗം ഒരു പണ്ഡിതൻ പറയണത്, നിങ്ങൾ ആർക്കെങ്കിലും ഒരു സ്വതക്ക ദാനധർമ്മം ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ ഒരു സന്തോഷം ഉണ്ടാകില്ലേ? നമ്മുടെ വീട്ടിലേക്ക് വന്ന് കൈനീട്ടുന്ന, അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ വന്ന് കൈനീട്ടുന്ന, അതല്ലെങ്കിൽ നമ്മൾ കണ്ടറിഞ്ഞ് സഹായിക്കുന്ന ആ ഒരു വ്യക്തിക്ക് നമ്മൾ എന്തെങ്കിലും ഒന്ന് കൊടുക്കുമ്പോൾ, പണമായി, ഭക്ഷണമായി, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രൂപത്തിൽ വസ്ത്രമായി നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിൽ ഒരു സന്തോഷം ഉണ്ടാകും. അള്ളാഹുവിന് നന്മ ചെയ്തല്ലോ, ഒരു സ്വതക്ക ചെയ്തല്ലോ, ഒരു പ്രതിഫലം കിട്ടുന്ന ഒരു പുണ്യം ചെയ്തല്ലോ എന്ന അർത്ഥത്തിൽ നമുക്കൊരു സന്തോഷം ഉണ്ടാകും. ശരിയാണ്. എന്നിട്ട് ഈ പണ്ഡിതൻ പറയാണ്, ഇതേപോലെ നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും നൽകുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാൻ, ആ കിട്ടുന്ന സമയത്തും നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകാറില്ലേ? സ്വാഭാവികമായും മനുഷ്യ സഹജമായി നമുക്കുണ്ടാകും. നമുക്കൊരാളൊരു സമ്മാനം തരുമ്പോൾ, ഒരു വസ്ത്രം വാങ്ങിത്തരുമ്പോൾ, ഒരു ഭക്ഷണം വാങ്ങിത്തരുമ്പോൾ, അല്ലെങ്കിൽ നമ്മെ ഒന്ന് സഹായിക്കുന്ന സമയത്ത് നമുക്കൊരു സന്തോഷം ഉണ്ടാകും. എന്നിട്ട് ഈ പണ്ഡിതൻ ഈ 2 സന്തോഷങ്ങളെയും മുന്നിൽ വെച്ച് ചോദിക്കാണ്, ഇതിൽ ഏറ്റവും മീതയായിട്ടുള്ളത്, ഇതിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് ഏത് സന്തോഷമാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി എന്നാണ്. അപ്പൊ മനസ്സിലാകും പരലോകത്തിന്റെ ആളാണോ ദുനിയാവിന്റെ ആളാണോ. എന്താ അതിന്റെ കാരണം?
കൊടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷമാണ് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തെക്കാൾ മികച്ചു നിൽക്കേണ്ടത്, അല്ലേ? കാരണം കൊടുക്കുന്നത് പരലോകത്തിന് വേണ്ടിയിട്ടാണ്, കൊടുക്കുന്നത് പാരത്രിക ജീവിതത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അതാണ് നിങ്ങളിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ തിരിച്ചറിയാൻ കഴിയും. അതല്ല, നമുക്ക് കിട്ടുമ്പോഴാണ് സന്തോഷമെങ്കിൽ നമ്മൾ ഏതിന്റെ ആളുകളാണ് എന്ന് അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരലോകത്തിന്റെ ആളുകളായി മാറ്റുമാറാകട്ടെ. നമ്മൾ ആലോചിച്ച് നോക്കുക, ഇങ്ങനെ മുൻഗാമികൾ കൃത്യവും വ്യക്തവുമായി പരലോകത്തെ സംബന്ധിച്ചും ദുനിയാവിനെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ നമ്മൾ നമ്മിലേക്കൊന്നൊരു തിരിഞ്ഞു നോട്ടം അനിവാര്യമായി നടത്തേണ്ട കാര്യമുണ്ട്. ഇപ്പൊ റമദാൻ വരാൻ പോകാണ്. ആ റമദാൻ വരുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് റമദാൻ കടന്നുപോയി, 20ഉം 40ഉം 50ഉം റമദാനുകൾ കടന്നുപോയവർ വരെ ഒരുപക്ഷെ ഈ കൂട്ടത്തിൽ ഉണ്ടാകും. നമ്മൾ ആ റമദാന് വേണ്ടി എങ്ങനെ ഒരുങ്ങണം, തയ്യാറെടുക്കണം? യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസുകളെ വിശദീകരിച്ച് പണ്ഡിതന്മാർ പറയുന്ന ചില കാര്യങ്ങളുണ്ട്, ഗൗരവമുണ്ട്. ഒരു ഖബറ് കിടക്കുന്ന മനുഷ്യൻ പോലും ആഗ്രഹിച്ചു പോകുന്നത് തന്റെ ജീവിതത്തിൽ റമദാൻ കിട്ടിയിരുന്നെങ്കിൽ എന്നാ മനുഷ്യർ ചിന്തിച്ചു പോകുന്നതാണ്. ഒരു ഖബറ് ചൂണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാര്യമാണ്, ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യന്മാർ ഇപ്പോൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു 2 റക്അത്ത് നമസ്കാരമാണെന്ന്. നമ്മൾ ആലോചിച്ചു നോക്കുക, നമുക്കിപ്പോൾ സമയം കിട്ടി, ആയുസ് കിട്ടി, നമുക്ക് സന്ദർഭങ്ങളുണ്ട്, ആരോഗ്യമുണ്ട്, നമുക്ക് കഴിവുണ്ട്, ശേഷിയുണ്ട്, നേരെ നിൽക്കാനുള്ള 2 കാലിൽ നിന്ന് അള്ളാഹുവിന്റെ മുന്നിൽ നമസ്കരിക്കാനും സുജൂദ് ചെയ്യുവാനുമുള്ള എല്ലാ അർത്ഥത്തിലുമുള്ള സംവിധാനവും സൗകര്യമൊക്കെ ഉണ്ട്. പക്ഷെ ഇതിന്റെ വില നമ്മൾ ഇപ്പോൾ അറിയില്ല. നമ്മൾ നമ്മുടെ മരണത്തിന്റെ സമയത്തും ഖബറിലെത്തിയാലും പരലോകത്തെത്തിയാലുമാണ് എന്താണ് എന്റെ കയ്യിലുള്ളത് എന്ന് നമ്മൾ ആലോചിക്കുക. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫാത്തിറിന്റെ 37-ാമത്തെ വചനത്തിൽ നരകത്തിൽ കടന്ന് എരിയുന്ന ചില മനുഷ്യന്മാരുടെ ബേജാറും അവരുടെ ദുഃഖവും പറയുന്നുണ്ട്. 2 കാര്യങ്ങളാണ് അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണത്. അവർ റബ്ബിനോട് ചോദിച്ചത് ഒറ്റ കാര്യമാണ്, എന്താ? അള്ളാഹുവെ, ഞങ്ങളൊന്ന് മടക്കി തരുമെന്നാണ്, ദുനിയാവിലേക്ക് മടക്കി തരുമോ? നഅമൽ സ്വാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ. എന്താ അവർ പറഞ്ഞത്? നഅമൽ സ്വാലിഹൻ, സൽക്കർമ്മങ്ങൾ ചെയ്യാം, ഗൈറല്ലദീ കുന്നാ നഅമൽ, ഇന്നേ വരെ ചെയ്തിട്ടില്ലാത്ത കർമ്മങ്ങൾ ചെയ്യാന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല 2 ചോദ്യം അവരോട് ചോദിച്ചു. എന്താണെന്നറിയോ? ഒന്നാമത്തെ ചോദ്യം, അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ. ഒന്നാമത്തെ ചോദ്യം ആയുസ് കിട്ടിയില്ലേന്നാണ്. ആയുസ് കിട്ടിയില്ലേന്നാണ്, സമയം കിട്ടിയില്ലേ? കുറ്റാലോചിക്കാനുള്ള നിങ്ങൾക്ക് വിശാലത നിങ്ങളുടെ വയസ്സിൽ നൽകിയില്ലേ? രണ്ടാമത്തെ വജാഅകുമുൻ നദീർ, താക്കീതുകാർ നിങ്ങൾക്ക് വന്നിട്ടില്ലായിരുന്നോ? എത്ര താക്കീതുകൾ നമുക്ക് ലഭിക്കാൻ? നമ്മുടെ നിരക്കാത്ത മുടി നരച്ചു തുടങ്ങുന്നത് നമുക്കുള്ള താക്കീതാണ്. നമ്മുടെ വീടിന്റെ മുറ്റത്തിലൂടെ പോയ മയ്യത്ത് കട്ടില് നമുക്കുള്ള താക്കീതാണ്. നമ്മുടെ എല്ലുകളും പേശികളും സന്ധികളും ഒക്കെ അനാരോഗ്യത്തിലേക്ക് പോകുന്നത്, അതിന്റെ കഴിവ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമുക്കുള്ള താക്കീതാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കണം, താക്കീത് കിട്ടിയില്ലേ? ഖുർആൻ താക്കീതാണ്, ഹദീസുകൾ താക്കീതുകളാണ്. ഇതേപോലെ തന്നെ പ്രവാചകന്മാർ വന്നത്, പ്രബോധകന്മാർ വന്നത്, ഇതൊക്കെ നമുക്ക് താക്കീതുകളായിക്കൊണ്ടാണ്. അള്ളാഹ് ചോദിക്കുമ്പോ അതിന് നമുക്ക് പിന്നെ മറുപടി ഇല്ല. പിന്നെ അള്ളാഹ് എന്താ പറയണമെന്ന് അറിയോ? ഫസൂഖൂ, നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക എന്നാണ്. അപ്പൊ ഞാന് പറഞ്ഞു വന്നിട്ട് ചുരുക്കം എന്ന് പറഞ്ഞാല്, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന സമയത്തെ കൃത്യമായി പരലോകത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. ഇനി ഒരായത്ത് നമ്മുടെ എല്ലാം ചിന്തയിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ട, നമ്മൾ ഏറെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട ഒരു ആയത്തുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, യൗമ തഅതി കുല്ലു നഫ്സിൻ തുജാദിലു അൻ നഫ്സിഹാ വതുവഫാ കുല്ലു നഫ്സിൻ മാ അമിലത് വഹും ലാ യുദ്ലമൂൻ. യൗമ തഅതി കുല്ലു നഫ്സിൻ തുജാദിലു അൻ നഫ്സിഹാ, സ്വന്തത്തിന് വേണ്ടി മനുഷ്യർ വാദിച്ചു പോകുന്ന ഒരു ദിവസം ഉണ്ട്. യൗമ യഅതി കുല്ലു നഫ്സിൻ എന്നാണ്. സ്വന്തത്തിന് വേണ്ടി മനുഷ്യർ വാദിച്ചു പോകുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിന്റെ പ്രത്യേകത, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ എന്താണോ ചെയ്തത്, കുല്ലു നഫ്സിൻ മാ അമിലത്, നമ്മൾ എന്താണോ അമലായി കർമ്മമായി ചെയ്തിട്ടുള്ളത് അത് മാത്രമേ നമുക്ക് ലഭിക്കുള്ളൂ. വഹും ലാ യുദ്ലമൂൻ, ഒരാളോടും അല്ലാഹു സുബ്ഹാനഹു വ തആല അക്രമം പ്രവർത്തിക്കുന്നതല്ല. ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോ ഇമാം നാസിറുദ്ദീൻ സഅദി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ കൊടുക്കുന്ന ഒരു വാചകമുണ്ട്. എന്താ വാചകം എന്നറിയോ? കുല്ലു യഖൂലു നഫ്സി നഫ്സി. അന്ന് പരലോകത്തിന്റെ ദിവസത്തിൽ ഓരോ മനുഷ്യരും പറയും,
നഫ്സി നഫ്സി, എന്റെ ആത്മാവ്, എന്റെ ശരീരം, എനിക്കെന്റെ കാര്യം എന്ന് പറയും. എന്ന് മാത്രമല്ല, ലാ യുഹിമ്മുഹു സിവാ നഫ്സിഹി ഫഫീ ദാലികൽ യൗം യഫ്തകിറുൽ അബ്ദു ഇലാ ഹുസൂലി മിസ്കാലി ദർറത്തിൻ മിനൽ ഖൈർ. ഒരു അണുമണി തൂക്കം നന്മക്ക് വേണ്ടി മനുഷ്യർ പരലോകത്ത് നെട്ടോട്ടമോടും, അത് കിട്ടാക്കനിയാകുന്നതാണ്. അണു എന്ന് പറഞ്ഞാൽ ആറ്റം, അല്ലെ? നമ്മളൊന്നും കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. അത്രയും നിസാരമായ ഒരു കർമ്മത്തിന് വേണ്ടി മനുഷ്യർ പരലോകത്ത് നെട്ടോട്ടമോടുമെന്ന് കൃത്യമായി നമ്മെ പഠിപ്പിക്കുമ്പോ നമ്മൾ ആലോചിച്ച് നോക്കുക, നമുക്കിവിടെ എത്ര സമയം കിട്ടിയിട്ടുണ്ട്, എത്ര അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്, എത്ര സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. ഇനി വളരെ നിസ്സാരമായി പറഞ്ഞാല് ഒരു സുബ്ഹാനല്ലാഹയുടെ വില, അൽഹംദുലില്ലയുടെ വില, അല്ലാഹു അക്ബറിന്റെ വില, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വില നിസ്സാരമായി നമ്മൾ നിർവഹിക്കാതെ തള്ളിക്കളയുന്ന, അശ്രദ്ധമായി പോകുന്ന ഓരോ ദിക്റിന്റെയും വില നമുക്ക് തിരിച്ചറിയുക പരലോകത്താണ്. ആ പരലോകം എന്ന് പറഞ്ഞാലോ, മക്കൾ വരെ പേടിച്ചു നിൽക്കുന്നു. ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഭയത്തിലാണ്, നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം ഭയത്തിലാണ്, മൂസ ഈസ അലൈഹിമുസ്സലാം ഇവരെല്ലാം പേടിയിലാണ്. അവര് പറയണത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന് ഒരു കോപത്തിലാണ്. ഇതിന്റെ മുന്നേ ഇങ്ങനെ ഒരു കോപം അള്ളാഹുവിന് ഉണ്ടായിട്ടില്ല, ഇനിയും അള്ളാഹു ഇങ്ങനെ കോപിക്കാനുമില്ല. അത്രത്തോളം മനുഷ്യരും പ്രവാചകന്മാരുമെല്ലാം പേടിച്ചു നിൽക്കുന്ന പരലോകം. നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്? ഒരു ഹദീസ് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലൗ അന്ന റജുലൻ, ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ പ്രത്യേകത ജനിച്ച അന്നു മുതൽ മിൻ യൗമി വുലിദ ഇലാ യൗമി യമൂതു ഹറമൻ, ജനിച്ച അന്നു മുതൽ വാർദ്ധക്യത്തിലെത്തി മരിക്കുന്ന അന്നു വരെ. ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാം, ജനിച്ച അന്നു മുതൽ വാർദ്ധക്യത്തിലെത്തി മരിക്കുന്ന അന്നു വരെ യുജറു അലാ വജിഹിഹി, ആ മനുഷ്യന്റെ മുഖം നിലത്ത് ഭൂമിയിൽ വലിച്ചടക്കപ്പെട്ടു, ഫീ മർളാത്തില്ലാ, അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട്. അപ്പൊ ജനിച്ച അന്ന് മുതല് വാർദ്ധക്യത്തിലെത്തി മരിക്കുന്ന അന്ന് വരെ മുഖം നിലത്ത് വലിച്ചടക്കപ്പെട്ട വ്യക്തിയാണ്. അതിൻ്റെ ഇടയിൽ വേറെ ഒന്നുമില്ല. എന്തിനു വേണ്ടി? സ്വാർത്ഥ താല്പര്യങ്ങൾക്കോ സ്വന്തം താല്പര്യങ്ങൾക്കോ ഒന്നിനുമല്ല. അതിന് മനുഷ്യൻ എന്തെങ്കിലും തെറ്റിയതിന്റെ പേരിലല്ല. ഫീ മറല്ലാത്തില്ല, അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് ആ രൂപത്തിൽ ത്യാഗം സഹിച്ച വ്യക്തി പരലോകം കണ്ണിൽ കാണുമ്പോൾ മഹ്ശറയിൽ ആ മനുഷ്യൻ ആലോചിക്കുന്ന എന്താണ്? ലഹക്കറഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് വരുമ്പോൾ അവൻ ചിന്തിക്കുന്നത്, ഖിയാമത്ത് നാൾ കടന്നു വരുമ്പോൾ അവൻ ആലോചിക്കുന്നത് ലഹക്കറഹു എന്നാണ്. അവൻ അതെല്ലാം നിസാരമായി തോന്നും. ഏത് തോന്നും? ജനിച്ച അന്ന് മുതല് വാർദ്ധക്യത്തിലെത്തി വയസ്സായി മരിക്കണ അന്നുവരെ ഈ ത്യാഗം സഹിച്ചത്, മുഖം നിലത്ത് വലിച്ചടക്കപ്പെട്ടത് ഒന്നുമല്ലാതെയായി നിസാരമായി ആ വ്യക്തിക്ക് തോന്നുമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇതിന്റെ മറ്റു ചില റിവായത്തിൽ കാണാം, പിന്നെ ജനിച്ച അന്നു മുതൽ വാർദ്ധക്യത്തിലെത്തി മരിക്കുന്ന അന്ന് വരെ സുജൂദിൽ കിടന്ന വ്യക്തി, ആ ബാല്യവും കൗമാരവും യൗവനവും മധ്യവയസ്കതയും വാർദ്ധക്യവും എല്ലാം എന്തിലാണ്? സുജൂദിലാണ്. എങ്കിലും ലഹക്കറഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് കണ്ണിൽ കാണുന്ന സമയത്ത് അവന് അത് നിസാരമായി തോന്നുമെന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ മത്സരിക്കണം, നമ്മൾ പണിയെടുക്കണം, നമ്മൾ അധ്വാനിക്കണം. നമ്മൾ എന്തിനു വേണ്ടി അധ്വാനിക്കണം? അപ്പൊ ദുനിയാവിന്റെ കാര്യം പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണത് ഫംശൂ ഫീ മനാകിബിഹ വഖുലൂ മിൻ റിസ്ഖിഹി വഇലൈഹി നുശൂർ എന്നാണ്. ഈ ദുനിയാവിലൂടെ നിങ്ങൾ നടന്നിട്ട്, അതിന്റെ പാർശ്വഭാഗങ്ങളിലൂടെ, അതിന്റെ വശങ്ങളിലൂടെ നിങ്ങൾ നടന്ന് നിങ്ങൾക്കുള്ള ഉപജീവനം നിങ്ങൾ കഴിച്ചോളൂ എന്ന് പറയുന്നുണ്ട്. എന്നാൽ നിങ്ങൾ ആലോചിച്ചൊക്കെ, ദുനിയാവിനെ കുറിച്ച് പറഞ്ഞത് ഫംശൂ, നിങ്ങൾ നടന്നോളൂ എന്നാണ്. എന്നാൽ സ്വർഗത്തെക്കുറിച്ച്, പരലോകത്തെക്കുറിച്ച്, മരണാനന്തര ജീവിതത്തിലേക്ക് നിങ്ങൾ മത്സരിക്കുന്നതിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ് സാരിഉ എന്നാണ് ഒരു പ്രയോഗം, സാബിഖു എന്നാണ് പ്രയോഗം, ഫഫിറു എന്നതാണ് മറ്റൊരു പ്രയോഗം, ഫൽയതനാഫസിൽ മുതനാഫിസൂൻ എന്ന് പറഞ്ഞാൽ വേഗത്തിൽ വരണം, മത്സരിക്കണം, മുൻകടക്കണം, ഓടണം. ദുനിയാവിനോ നിങ്ങൾ നടക്കണം. ആലോചിച്ചോക്കെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുർആനിന്റെ പ്രയോഗങ്ങൾ തന്നെ
പരലോകത്തിന് വേണ്ടി നിങ്ങൾ വേഗത്തിലാകണം, ധൃതി കൂട്ടണം, മുൻകടക്കണം, മത്സരിക്കണം. എന്നാൽ ദുനിയാവിനോ ഫംശു, നിങ്ങൾ നടന്നാ മതി എന്ന് പറഞ്ഞേ. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ ദുനിയാവിന് വേണ്ടി നടക്കുകയാണോ അതോ ദുനിയാവിന് വേണ്ടി ഓടുകയാണോ? പരലോകത്തിന് വേണ്ടി നമ്മൾ നടക്കണമില്ല, നമ്മൾ ഇഴയാണ്, അല്ലെ? നമ്മൾ ഇഴഞ്ഞുകൊണ്ടാണ് പോകുന്നത്. ഒരു താല്പര്യപൂർവം നമുക്ക് നമ്മുടെ നമസ്കാരം പോലും പൂർണ്ണ അർത്ഥത്തിൽ നിർവഹിക്കാൻ സാധിക്കണില്ല. ഹാത്തിം അൽ-അസം റഹിമഹുല്ല, അദ്ദേഹം താബഈ പണ്ഡിതനാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ നിസ്കാരം എങ്ങനെയാണ്? നമ്മളൊക്കെ നിസ്കരിക്കുന്ന ആൾക്കാരല്ലേ? അദ്ദേഹത്തോടും ഇതേപോലെ ചോദിക്കണം, നിങ്ങളുടെ നിസ്കാരം എങ്ങനെയാണ്? ഹാത്തിം അൽ-അസം റഹിമഹുല്ല പറയാണ്, ഇദാ ഹാനത്തിസ് സ്വലാ, എന്റെ നമസ്കാരത്തിന്റെ സമയം എത്തിക്കഴിഞ്ഞാൽ അസ്ബഗത്തുൽ വുളു, ഞാൻ നന്നായി വുളു എടുക്കും. അതൊരു വാചകാണ്, എങ്ങനെങ്കിലും വുളു എടുക്കുന്നല്ല, നന്നായി വുളു എടുക്കും. എന്നിട്ടോ ഞാൻ നമസ്കാര സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ ഞാൻ എന്റെ ശരീരം ഒന്ന് റെസ്റ്റ് എടുക്കും. കാരണം അള്ളാന്റെ മുന്നിൽ നിൽക്കാൻ വേണ്ടി പോകാണ്. അതുകൊണ്ട് തന്നെ ഓടിപ്പടച്ച് ചാടി ചെയ്യേണ്ട ഒരു കർമ്മല്ല, നല്ല മനസ്സും ശരീരവും എല്ലാം ഒരുമിച്ച് കൊടുത്ത് നിർവഹിക്കേണ്ട കർമ്മമാണ് നിസ്കാരം. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഒന്ന് ഞാൻ റെസ്റ്റ് എടുക്കും, എന്റെ മുന്നിൽ കഅബയാണ് എന്ന് ഞാൻ സ്ഥാപിക്കും. എവിടേക്കെങ്കിലും തിരിഞ്ഞതല്ല, ഇങ്ങോട്ടെങ്കിലും തിരിഞ്ഞാൽ മതിയായിരുന്നു, പക്ഷേ ഞാൻ കിബിലക്ക് നേരെ തിരിഞ്ഞത്. എന്റെ കഅബയാണ് എന്റെ കിബില. അതുകൊണ്ട് ഞാൻ ആ കിബിലക്ക് നേരെ തിരിയുമ്പോൾ അത് ഞാൻ എന്റെ മനസ്സിൽ കരുതും. ഇതിന് അദ്ദേഹം രണ്ടാമത് പറഞ്ഞത്, എന്റെ വലതുഭാഗത്ത് സ്വർഗമുണ്ട്, ഇടതുഭാഗത്ത് നരകമുണ്ട്. ഇതൊരു ആലങ്കാരിക പ്രയോഗം എന്ന അർത്ഥത്തിൽ പറയാൻ. എന്താ വലതുഭാഗത്ത് സ്വർഗം എന്ന് പറഞ്ഞാൽ, ഈ നമസ്കാരം ശരിയായാൽ എനിക്ക് സ്വർഗത്ത് പോകാം, ഈ നമസ്കാരം മോശമായാൽ എനിക്ക് നരകത്തിൽ പോകാം. വൽ മലക്കുൽ മൗത്തു മിൻ വറാഇ, എന്റെ പുറകിൽ ആര് നിൽക്കുന്നുണ്ട്? മലക്കുൽ മൗത്ത് എന്നെ പിടിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. കാരണം ഇത് എന്റെ ജീവിതത്തിലെ അവസാനത്തതായിരിക്കാം. ഒരുപക്ഷെ അടുത്ത അസർ, അടുത്ത ളുഹർ, അടുത്ത മഗ്രിബ്, അടുത്ത ഇശാ എനിക്ക് ലഭിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് വൽ മലക്കുൽ മൗത്തു മിൻ വറാഇ, മലക്കുൽ മൗത്ത് എന്റെ പുറകിലുണ്ട് എന്ന് ഞാൻ ചിന്തിക്കും. നമസ്കാരം അവസാനത്തതാണ് എന്ന് ഞാൻ ആലോചിക്കും. എന്നാൽ അദ്ദേഹം പറയാണ്, അങ്ങനെ ഞാൻ ദൃഢനിശ്ചയത്തോടു കൂടി, യഖീനോട് കൂടിയിട്ടാണ് കൈ കെട്ടാറുള്ളത്. എന്നിട്ടോ തർത്തീലോടുകൂടി ഞാൻ ഖുർആൻ പാരായണം ചെയ്യും. ഖുർആൻ പാരായണം ചെയ്ത് അതിന്റെ അർത്ഥങ്ങളിലൂടെ കടന്നുപോയി നല്ല രൂപത്തിൽ റുക്കൂ ചെയ്ത് അടക്കത്തോടെ ഒടുക്കത്തോടെ ഇഅ്തിദാലും സുജൂദും എല്ലാം ചെയ്തിട്ട് അദ്ദേഹം പറയണ വാക്കുണ്ട്, സുമ്മല അദിരി അഖ്ബൽതു മിന്നി. എന്താ പറഞ്ഞത്? സുമ്മല അദിരി അഖ്ബൽതു മിന്നി, പിന്നെ എനിക്കറിയില്ല അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നിൽ നിന്നും ഇത് സ്വീകരിക്കുമോ എന്ന്. ഇങ്ങനെ നിസ്കരിച്ചിട്ട് അദ്ദേഹം ലാസ്റ്റ് പറഞ്ഞ വാചകാണ്, അള്ളാഹു എന്നിൽ നിന്ന് സ്വീകരിക്കുമോ എന്ന് എനിക്കറിയില്ല. നമ്മളെ നമസ്കാരം നമ്മൾ ആലോചിച്ചൊക്കെ, നിൽക്കണതും കഴിയണതും നമ്മളറിയില്ല. അപ്പൊ ഈ കഴിഞ്ഞ മഗ്രിബിന് നമ്മൾ ഓതിയ സൂറത്ത് ഏതാന്ന് വെച്ചാൽ മകൻ അറിയണ്ടാവില്ല, അല്ലെ? കഴിഞ്ഞ അസറിനും സുന്നത്തിനും നമ്മൾ ഓതിയ സൂറത്ത് ഏതാന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ മനസ്സിൽ ഉണ്ടാവില്ല. കാരണം അത് യാന്ത്രികമായി ആദർശികമായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണ ഒരു മിഷീൻ എന്ന പോലെ, ഒരു യന്ത്രം എന്ന പോലെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനാണ്. അതല്ലാതെ മനസ്സ് കൊടുത്ത് നിർവഹിക്കുക. ഇപ്പൊ ഞാനത് പറഞ്ഞതെന്ന് വെച്ചാല്, നമ്മളെല്ലാം പരലോകത്തിന് വേണ്ടി, സ്വർഗത്തിന് വേണ്ടി എന്നും എടുക്കുന്ന പണി എന്ന് പറഞ്ഞാൽ നിസ്കാരാണ്. എല്ലാ ദിവസവും നമ്മൾ നോമ്പെടുക്കാറില്ല, എല്ലാ ദിവസവും സക്കാത്ത് കൊടുക്കാറില്ല, എല്ലാ ദിവസവും നമ്മൾ ഹജ്ജും ഉംറയും ചെയ്യാൻ കഴിയില്ല. എന്നാലോ എന്നും സ്വർഗത്തിന് വേണ്ടി നമ്മൾ എടുക്കുന്ന പണി നിസ്കാരാണ്. ആ നമസ്കാരം പരലോകത്ത് ഒന്നാമതായി വിചാരണ ചെയ്യപ്പെടും എന്നും പഠിച്ചവരാണ് നമ്മൾ. ആ നമസ്കരിക്കാത്തവർ ദീനിന്റെ ഭാഗമല്ല എന്നും, അവർ സത്യനിഷേധികളാണ് എന്നും, അവരാരുടെ കൂട്ടത്തിലാണ് നരകത്തിൽ ഉണ്ടാവുക എന്നും കൃത്യമായി പഠിച്ചവരാണ് നമ്മൾ. എന്നാൽ നമസ്കരിക്കുന്ന നമുക്ക് നാശമെന്ന് പറഞ്ഞ ആ ആയത്തിന്റെ, നമസ്കരിക്കുന്നവർക്ക് നാശമെന്ന് പറഞ്ഞ ആയത്തിന്റെ പരിധിയിൽ ഞാൻ പെടുമോ എന്ന് ഓരോരുത്തരും ചിന്തിച്ച് ആലോചിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒരു വീണ്ടും വിചാരം നടത്തിയിട്ട് നമ്മൾ മാറേണ്ടതുണ്ട്, മാറ്റേണ്ടതുണ്ട്. നമ്മുടെ ജീവിതം എന്താണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. അതേപോലെ തന്നെ പിന്നെ നമ്മൾ പരലോകത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ തഖ്വ, നമ്മുടെ ഭയഭക്തി, നമ്മുടെ സൂക്ഷ്മത എന്നത്. ഇപ്പൊ ഹജ്ജിന് പോകുന്ന ആളുകളോട് വിശുദ്ധ ഖുർആൻ പറഞ്ഞ കാര്യം എന്താണ്? നിങ്ങൾ ഒരുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, യാത്രാ വിഭവം എന്ന് പറഞ്ഞാൽ അത് തഖ്വയാണ്, ഭയഭക്തിയാണ്.
ആ തഖ്വ എവിടെ? നമ്മുടെ രൂപത്തിലല്ല, നമ്മുടെ കോലത്തിലല്ല, നമ്മുടെ വേഷത്തിലല്ല, നമ്മുടെ പെരുമാറ്റത്തിലല്ല. തഖ്വ ഹാഉന ഉശീറു അലാ സുദ്രിഹി സലാസ മറ എന്നാണ് പറഞ്ഞത് അല്ലെ. തഖ്വ നിങ്ങളുടെ ഹൃദയത്തിലാണ്, അതിലേക്ക് 3 തവണ ചൂണ്ടിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ ഹൃദയം നന്നാകണം. ഒരുങ്ങേണ്ടത് ഒന്നാമത് ഹൃദയാണ്. ആ ഹൃദയം നന്നായാലോ നമ്മുടെ കൈ നന്നാകും, നമ്മുടെ കണ്ണ് നന്നാകും, നമ്മുടെ നാവ് നന്നാകും, നമ്മുടെ കേൾവി നന്നാകും, നമ്മുടെ പ്രവർത്തനങ്ങൾ നന്നായി തീരും, നമ്മുടെ ചിന്തകൾ നന്നായി തീരും. അതുകൊണ്ട് നന്നാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കാരണം എന്താണെന്നറിയോ, പരലോകത്ത് നമ്മളെ വിചാരണ ചെയ്യുമ്പോൾ രക്ഷയുള്ളത് ഏത് ആളുകൾക്കാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. അത് നിങ്ങളുടെ സ്വത്തോ സന്താനം നിങ്ങൾക്ക് ഉപകാരപ്പെടില്ല. ഉപകാരപ്പെടുന്ന എന്താണ്? ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സലീമായ, നിഷ്കളങ്കമായ നല്ല ഹൃദയത്തിന്റെ ഉടമകൾക്കല്ലാതെ പരലോകത്ത് രക്ഷയില്ലെന്നാണ്. അപ്പൊ ഹൃദയത്തിൽ വേണ്ടത് അള്ളാഹിനെ കുറിച്ചുള്ള ഭയഭക്തി. ഇതേപോലെ തന്നെ അള്ളാഹുവിന്റെ കൽപ്പനകളെ നിറവേറ്റാൻ നമ്മുടെ മനസ്സുകളെ നമ്മൾ പാകപ്പെടുത്തണം. അള്ളാഹു വിരോധിച്ചത് അരുതേ എന്ന് പറഞ്ഞത് ചെയ്യരുത്, കാണരുത്, കേൾക്കരുത്, തുടരുത്, പിടിക്കരുത്, അടുക്കരുത്, ചിന്തിക്കരുത് എന്ന് പറഞ്ഞ ഏതേത് കാര്യങ്ങളുണ്ടോ അതിനെ മൊത്തമായി ജീവിതത്തിൽ നിന്ന് വെറുപ്പോടുകൂടി ഒഴിവാക്കാൻ നമുക്ക് സാധിക്കണം. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞത്? അള്ളാഹു നിങ്ങളുടെ രൂപത്തിലേക്കോ കോലത്തിലേക്കോ ഒന്നും നോക്കൂല. അള്ളാഹു നോക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ്. സമ്പത്ത്, സൗന്ദര്യം, അതല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ഒരു കാര്യവും അള്ളാഹു പരിഗണിക്കണില്ല. അതുകൊണ്ട് തഖ്വ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എന്താ തഖ്വ എന്ന് പറഞ്ഞാല്? അൻ തഅമല ബിത്വാഅത്തില്ലാഹ് അലാ നൂരിൻ മിനല്ലാഹ് തർജു സവാബല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളെ നിറവേറ്റി അനുസരിച്ച് ജീവിക്കുക. എന്തിനു വേണ്ടിയിട്ട്? അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചിട്ട്. നമ്മൾ ഒരു കർമ്മം, നമ്മളെ വീട്ടിൽ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിലും ആ ഭക്ഷണം ഉണ്ടാക്കുന്ന അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചിട്ടാകണം. നമ്മൾ ഉറങ്ങുന്നത് അള്ളാഹിന്റെ പ്രതിഫലം ആഗ്രഹിച്ചിട്ടാകണം. നമ്മൾ വസ്ത്രം അലക്കുന്ന അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചിട്ടാകണം. കാരണം അള്ളാഹ് കൽപ്പിച്ചാണ് ഉറങ്ങിക്കോളുന്നത്. നമ്മൾ ഉറങ്ങണത് എന്തിനാണ്? നേരത്തെ എഴുന്നേൽക്കാൻ വേണ്ടിയിട്ടാണ്. അതൊരു പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുക നമ്മുടെ ശരീരം ആരോഗ്യത്തോടു കൂടി നിലനിൽക്കാനും ആ ആരോഗ്യം നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ ആ ശരീരം കൊണ്ട് കർമ്മങ്ങൾ ചെയ്യാനും വേണ്ടിയിട്ടാണ്. നമ്മുടെ വസ്ത്രം നമ്മൾ അലക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അള്ളാഹുവിന്റെ കൽപ്പനയാണ് നിങ്ങൾ വസ്ത്രം ശുദ്ധീകരിക്കണം എന്നുള്ളത്. അപ്പോ ഏത് കാര്യം ചെയ്യുകയാണെങ്കിലും നമ്മൾ അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിക്കണം. രണ്ടാമത്തെ തഖ്വയുടെ നിർവചനമായി പണ്ഡിതന്മാർ പറഞ്ഞത് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം. അള്ളാഹു വിരോധിച്ചത്, അരുതേ എന്ന് പറഞ്ഞത്, അത് ഒഴിവാക്കുക. എന്തിൽ നിന്ന്? അള്ളാഹുവിന്റെ അദാബിനെ, മഖാഫത്ത് അദാബില്ല, അള്ളാഹുവിന്റെ ശിക്ഷ നമ്മൾ പേടിക്കണം. പേടിയും പ്രതീക്ഷയും അത് ഈമാന്റെ ഭാഗമാണ്. അത് രണ്ടും മനസ്സിൽ ഉണ്ടായിക്കൊണ്ടായിരിക്കണം നിങ്ങൾ നന്മ ചെയ്യേണ്ടതും തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതുമെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആത്യന്തികമായും വേണ്ടതും ഒരുക്കേണ്ടതും നമ്മൾ തഖ്വ എന്ന് പറയുന്ന ഭയഭക്തി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേ തീരൂ. അത് മാത്രമാണ് ലക്ഷ്യം. അതെന്ന് അങ്ങനെ പറഞ്ഞു വെച്ചാല്, സ്വർഗം സൃഷ്ടിക്കപ്പെട്ടത് ആർക്കാന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ ഉഇദ്ദത്തിൽ മുത്തഖീന, ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്കാണ് അത് ഒരുക്കി വെച്ചിട്ടുള്ളത്. സത്വൃത്തരായ ദാസന്മാർക്ക് വേണ്ടിയിട്ടാണ് അത് ഒരുക്കി വെച്ചിട്ടുള്ളത്. ആരാണോ അള്ളാഹുവിൽ ഭയഭക്തിയോടുകൂടി ജീവിച്ചത് അവർക്കാണ് സ്വർഗമുള്ളത്. അപ്പൊ സ്വർഗം സൃഷ്ടിക്കപ്പെട്ടത് വരെ ആർക്കാണ്? തഖ്വയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ ഒരുക്കേണ്ടത് എന്താണ്? തഖ്വ. സ്വർഗത്തിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾ ആരാ? വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നത്തി സുമറ ഹത്താ ഇദാ ജാഊഹാ വഫുതിഹത് അബ്വാബുഹാ വഖാല ലഹും ഖസനതുഹാ സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലുഹാ ഖാലിദീൻ. തഖ്വയുള്ള ആളുകളെയാണ് കൂട്ടം കൂട്ടമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. അതിന്റെ കാവൽക്കാർ അവരോട് പറയുന്ന വാക്കുണ്ട്, സലാമുൻ അലൈക്കും തിബ്തും, നിങ്ങൾക്ക് സമാധാനമുണ്ട്, ശാന്തിയുണ്ട്, സ്വസ്ഥതയുണ്ട് എന്നതാണ്. അപ്പൊ സ്വസ്ഥമായ, ശാന്തിയുള്ള, ഇല്ലാ ഖീലൻ സലാമൻ സലാമ, സമാധാനം എന്നതല്ലാത്തൊരു വാക്കുപോലും കേൾക്കാത്ത ആ സ്വർഗപ്രവേശനത്തിന് നമ്മൾ ഒരുക്കേണ്ട ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ തഖ്വയാണ്, ഭയഭക്തിയാണ്, സൂക്ഷ്മതയാണ്. ഒരു തിന്മ അവസരം കിട്ടുമ്പോൾ ചെയ്യുന്നവനല്ല ഒരു വിശ്വാസി. അള്ളാഹിനെ പേടിച്ച് അതിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു ഈമാനികമായ ആവേശം നമ്മിൽ ഉണ്ടാകണമെന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതും നമ്മൾ തിരിച്ചറിയേണ്ടതും. ആ തഖ്വയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം
മുൻഗാമികളായ പണ്ഡിതന്മാര് പറയുന്നുണ്ട്. ഹസൻ ബസീർ റഹിമുള്ള പറയാണ്, യഥാർത്ഥ മുത്തക്കീങ്ങളായ ആളുകൾ, യഥാർത്ഥ ഭയഭക്തിയുള്ള ആളുകൾ, അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ പല ഹലാലുകളെ തന്നെ പേടിച്ചിട്ട് മാറി നിൽക്കും. ശരിക്കും നമ്മൾ ആലോചിക്കണം ആ വാചകം, തെറ്റിദ്ധരിക്കപ്പെടരുത്. അവർ ശരിയായി അള്ളാഹുവിനെ മനസ്സിലാക്കി പിന്നെ തഖ്വയോടുകൂടി ജീവിക്കുന്ന ആളുകളാണെങ്കിൽ പല വിഷയത്തിലും ഹലാലുകളെ വരെ അവർ മാറ്റിവെക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാ? ഹറാമാണോ എന്ന പേടി കൊണ്ട്. അത് നിർവഹിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു തകരാറ് സംഭവിക്കോ, അല്ലെങ്കിൽ കുഴപ്പം സംഭവിക്കുമോ, അത് പ്രശ്നമാകുമോ, ഹറാമാകുമോ എന്ന വിഷയം പേടിച്ചിട്ട് ഹലാലുകളെ വരെ മാറ്റിവെക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസി എന്ന് പറഞ്ഞാൽ. ഹലാല് ചെയ്യാതിരിക്കാനുള്ള പ്രോത്സാഹനം നൽകുകയല്ല, അത്രയും സൂക്ഷ്മത അവർ അവരുടെ ജീവിതത്തിൽ കൈവരിക്കും എന്നതാണ് മുൻകാല പണ്ഡിതന്മാരായ ഹസൻ ബസ്ർ റഹിമുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാർ നമ്മെ കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇതുണ്ടോ എന്ന് നമ്മൾ ആത്മാർത്ഥമായി പരിശോധിക്കുകയും നമ്മളൊരു വിചാരം നമ്മുടെ ജീവിതത്തെ കുറിച്ച് നമ്മൾ നടത്തുകയും വേണം. മഹാനായ ഹസൻ ബസ്ർ റഹിമുള്ള പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. തഖ്വയുള്ള ആളുകൾ അവരൊരുക്കേണ്ടതും അവരിൽ ഉണ്ടാകുന്ന ചില അടയാളങ്ങളും, അതിൽ ഒന്നാമത്തെ കാര്യം അവർക്ക് പിന്നീട് സത്യസന്ധമായ സംസാരമായിരിക്കും. പരലോകത്തിന് വേണ്ടി നമ്മൾ ഒരുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ നാവ്, അത് നന്നായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു അവയവമാണ്. മഹാനായ മുആദ് റളിയല്ലാഹുവിനോട് പറഞ്ഞില്ലേ, മുആദേ നിന്റെ കർമ്മങ്ങളെല്ലാം പൊളിച്ചു കളയുന്നൊരു കാര്യമുണ്ട്, അതുകൊണ്ട് ഈ നാവിനെ സൂക്ഷിച്ചോന്ന്. ആ സമയത്ത് മുആദ് റളിയല്ലാഹു ചോദിച്ചു, നബിയെ ഈ നാവ് കൊണ്ട് പറയുന്നതിന് അള്ളാഹുവിന്റെ മുന്നിൽ പിടിക്കപ്പെടുമെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അദ്ദേഹത്തോട് പ്രതികരിച്ചത്, എന്ത് ചോദ്യമാണ് മുആദേ, നാവ് കൊയ്തെടുത്തതിന്റെ ഫലമല്ലാതെ ആളുകൾ നരകത്തിൽ പതിക്കാൻ കാരണമായത് മറ്റെന്താണെന്നാണ്. അപ്പൊ നരകത്തിൽ പോകാനുള്ള ഒരു കാരണമായി പറഞ്ഞ നമ്മുടെ നാവാണ്. അതുകൊണ്ട് സത്യസന്ധമായ സംസാരം പറയുമ്പോൾ ശ്രദ്ധിക്കുന്നവരാണ് തഖ്വയുള്ള ആളുകൾ. വഫാഉം ബില്ലഹദ്, കരാറുകളെ പാലിക്കും. നമ്മൾ എന്തെങ്കിലും അടുത്ത വീട്ടിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്, തരാന്ന് പറഞ്ഞിട്ടുണ്ട്, പരസ്പരം ക്രയവിക്രയങ്ങൾ നടത്തിയിട്ടുണ്ട്, പണം ചോദിച്ച് വാങ്ങിയിട്ടുണ്ട്, സ്വർണ്ണാഭരണം നമ്മൾ വാങ്ങിയിട്ടുണ്ട്. പക്ഷെ അതിന് അവധി എത്തിക്കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കാറുണ്ടോ? പണമാണെങ്കിൽ അത് നമ്മൾ തിരിച്ചേൽപ്പിക്കാറുണ്ടോ? ആലോചിക്കേണ്ട സംഗതിയാണ്. അതേപോലെ തന്നെ സിലത്തു റഹ്മ, കുടുംബ ബന്ധം ചേർക്കുക. ചില ആളുകൾ നല്ല മുത്തക്കിങ്ങളായി നല്ല രൂപത്തിൽ ഇബാദത്തുകളൊക്കെ ചെയ്യും, പക്ഷെ കർമ്മം ഉയർത്തപ്പെടില്ല. എന്താ കാരണം എന്നറിയോ? ബന്ധം വിച്ഛേദിച്ച ആളുകളുടെ കർമ്മം അള്ളാഹ്ക്ക് വേണ്ടെന്നാ പറഞ്ഞു. അതുകൊണ്ട് എങ്ങനെങ്കിലൊക്കെ വസുൽ ഹുഖൈർ എന്ന് പറഞ്ഞില്ലേ, പരസ്പരം നിങ്ങൾ ഒന്നിക്കലാണ് ഹൈറ്. അത് എങ്ങനെങ്കിലും ഒക്കെ ഒന്ന് ഒന്നിക്കാൻ വഴി തേടേണ്ടവളാണ് ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ. റഹ്മത്തുൽ ദുഅഫ, പാവപ്പെട്ടവരോട് കാരുണ്യം കാണിക്കുക. അതുപോലെ തന്നെ കില്ലത്തുൽ മുബാഹാത്തുൽ ജനങ്ങളോട് അഹങ്കാരമില്ലാത്ത രൂപത്തിൽ സംസാരിക്കുക, മാന്യമായ പെരുമാറ്റം നടത്തുക. അതുപോലെ തന്നെ സൽസ്വഭാവം. ഇതൊക്കെയാണ് തഖ്വയുള്ള ആളുകളുടെ അടയാളങ്ങൾ എന്ന് നമ്മെ പഠിപ്പിക്കുക. അപ്പൊ നമ്മൾക്ക് നമ്മളെ പരിശോധിക്കാം, നമ്മൾ ഇതൊക്കെ ഈ സ്വഭാവ ഗുണങ്ങൾ നമ്മിൽ ഉണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. അതേപോലെ തന്നെ നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി അതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി അള്ളാഹുവിനോട് തേടുകയും ചെയ്യേണ്ടതുണ്ട്. മുൻഗാമികൾ പറഞ്ഞൊരു വാചകം, ഒരു കവിതയുണ്ട്, പാപങ്ങളിൽ ചെറുതാണ് എന്ന് വിചാരിച്ചിട്ട്, നിങ്ങൾ വലുതാണ് എന്ന് വിചാരിച്ച് വ്യത്യാസം കണ്ട് ഒന്നിനെയും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? സ്വീകരിക്കാൻ പാടില്ല, ഉപേക്ഷിക്കണം. അതൊരു ചെറിയ കാര്യല്ലേ, അത് ചെയ്താൽ പരലോകത്ത് പിടിക്കപ്പെടൂല എന്ന് വിചാരിച്ച് പാപത്തിൽ ചെറുതു വലുതില്ലാതെ എല്ലാറ്റിനെയും നിങ്ങൾ ഉപേക്ഷിക്കണം. എന്നിട്ട് മുള്ളുള്ള വഴിയിൽ നടന്നു പോകുന്നവരെ പോലെ നിങ്ങൾ ജാഗ്രത പാലിക്കണം. ഒരു മുള്ളും കല്ലുമുള്ള വഴി നമ്മൾ എങ്ങനെ നടന്നു പോകുമ്പോൾ ജാഗ്രത പാലിക്കും, അതുപോലെ തന്നെ ജീവിതത്തിന്റെ വഴിയിൽ നമ്മളുമായി ബന്ധപ്പെടുന്ന എല്ലാ വൃത്തികേടുകളിൽ നിന്നും നമ്മൾ ഒഴിവായി തീരണം. പിന്നെ പറഞ്ഞറിയോ, തഹ്കിറന്ന സ്വഗീറ, ഒരു ചെറിയ കാര്യം നിങ്ങൾ നിസ്സാരമാക്കരുത്. കാരണം ഇന്നൽ ജിബാല മിനൽ ഹസ്വ, പർവ്വതം എന്ന് പറഞ്ഞാൽ അത് ചെറിയ കല്ലുകളാണ്. ഒരു പർവ്വതം ഉണ്ടാകുന്ന ചെറിയ കല്ലുകൾ കൊണ്ടാണ്. ആ പർവ്വതം പൊടിച്ചാലും കിട്ടാവുന്ന ചെറിയ കല്ലുകളാണ്. അതുകൊണ്ട് ഒരു ചെറിയ കാര്യത്തെയും നിങ്ങൾ നിസ്സാരമാക്കാതെ പരമാവധി ചെറുതെന്നോ വലുതെന്നോ നിസ്സാരമാക്കാതെ നമ്മൾ നന്മകൾ ചെയ്യണം. ചെറുതോ വലുതോ നിസ്സാരമാക്കാതെ ചെറുതോ എന്ന്
കൊണ്ട് കൊണ്ടും നമ്മൾ അള്ളാഹു ആ സ്വർഗ രാജ്യത്തിന് വേണ്ടി ഒരുങ്ങി തയ്യാറാണ്. അവസാനിപ്പിക്കുകയാണ്. ഒരു ചരിത്രം ശ്രദ്ധയിൽപ്പെടുത്താം. ഇസ്ലാമിക ചരിത്രത്തിലെ പിന്നെ ഇപ്പോൾ റമദാൻ വരുമ്പോൾ ഇത് ഞാൻ എന്റെ സംസാരത്തിന്റെ അവസാനത്തിൽ കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ നമ്മളൊക്കെ എത്രത്തോളം ഒരുങ്ങി എന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ബദറിന്റെ പിന്നെ ആളെ വിളിക്കണ സമയത്ത്, ബദറിലേക്ക് റസൂലുള്ളാഹി ആളെ കൂട്ടണ സമയത്ത് മഹാനായ ഖൈസമ റളിയല്ലാഹു അൻഹുവും സഅദ് റളിയല്ലാഹു അൻഹുവും ഉണ്ട്. സഅദ് ബിൻ ഖൈസമ, പാപ്പ ഖൈസമ, മകൻ സഅദ് റളിയല്ലാഹു അൻഹു. ഒരു രണ്ടാൾ ഇങ്ങനെ വീടിന്റെ മുറ്റത്ത് ഉമ്മറപ്പടിയിൽ ഇങ്ങനെ ഇരിക്കാൻ. അപ്പോ അങ്ങാടി നിന്ന് ദൂരെ നിന്നൊരു ശബ്ദം കേട്ടു. ഖൈസമ റളിയല്ലാഹു അൻഹു സഅദ് റളിയല്ലാഹുവിനോട് പറഞ്ഞു, മോനെ അങ്ങാടിയിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്, നീ പോയി നോക്കിയിട്ട് വാ എന്നാണ്. അങ്ങനെ സഅദ് റളിയല്ലാഹു അൻഹു ഉപ്പയുടെ വാക്ക് കേട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ പോയി. അവസാനം അറിഞ്ഞു റസൂലുള്ളാഹി ബദറിലേക്ക് ആളെ വിളിക്കാണ്. അത് കേട്ട ഉടനെ അദ്ദേഹം തിരിച്ചു വീട്ടിലേക്ക് മടങ്ങി. തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പിന്നെ വാളുമേന്തി അദ്ദേഹം തിരിച്ചു പോകാൻ. വീട്ടിൽ നിന്ന് വാളേന്തി പോകുന്ന മകനോട് ഖൈസമ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മോനെ നീ എവിടേക്കാണ്? ഇത്ര ധൃതിയിൽ പോയതിനേക്കാൾ ആവേശത്തിൽ തിരിച്ചു വന്ന് ഈ വാളുമേന്തി എങ്ങോട്ടാണ് പോകുന്നത്? അദ്ദേഹം പറഞ്ഞു, ഉപ്പ, സ്വർഗത്തിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു അവസരം നമുക്ക് നൽകാൻ. ബദറിലേക്ക് ആളെ വിളിച്ചിരിക്കുകയാണ്. ആ ബദറിൽ പങ്കെടുത്ത് ഷഹീദായാൽ സ്വർഗമുണ്ട്. പാപ്പ പറഞ്ഞു, മോനെ ഈ ഖൈസമക്ക് വയസ്സായി, ഒരുപാട് പ്രായമായി, ഇനി അവസരം കിട്ടിക്കൊള്ളണമെന്നില്ല, അതുകൊണ്ട് ഇനി ഞാൻ പോകാം എന്ന് പറഞ്ഞ് മകന്റെ കയ്യിൽ നിന്ന് വാള് വാങ്ങുമ്പോ മകൻ പറയാണ്, ഉപ്പ ഇത് സ്വർഗത്തിന്റെ വിഷയമാണ്, ദുനിയാവാണെങ്കിൽ ഞാൻ സമ്മതിക്കുമായിരുന്നു, പക്ഷേ ഇത് സ്വർഗത്തിന്റെ വിഷയമായതുകൊണ്ട് ഒരിക്കലും ഞാൻ മാറില്ല. അവസാനം രണ്ടുപേരും തർക്കിച്ചു, നറുക്കിടേണ്ടി വന്നു. നറുക്കിട്ടപ്പോൾ നറുക്ക് വീണത് ആർക്കാണ്? സഅദ് റളിയല്ലാഹു അൻഹുവിനാണ്. ഖൈസമക്ക് അവസരം കിട്ടിയില്ല. നിങ്ങൾ നോക്കൂ, ആ ഉപ്പയുടെ അടുക്കൽ നിന്ന് അവസാനത്തെ സലാമും പറഞ്ഞ് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ബദറിന്റെ രണഭൂമിയിലേക്ക് പുറപ്പെടുമ്പോൾ വീട്ടിൽ നിന്ന് സഅദിനെ നോക്കിയിട്ട്, നടന്നു പോകുന്ന സഅദിനെ നോക്കിയിട്ട് ഖൈസമ റളിയല്ലാഹു അൻഹു ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. എന്താ പ്രാർത്ഥന എന്നറിയോ? അള്ളാഹുവേ, എന്റെ മകൻ സഅദ് ഇതാ നിന്റെ മാർഗത്തിൽ പുറപ്പെടുകയാണ്, നിന്റെ മാർഗത്തിൽ പുറപ്പെടുകയാണ്. നാളെ സ്വർഗത്തിൽ വെച്ചിട്ടല്ലാതെ അവനെ കണ്ടുമുട്ടാനുള്ള അവസരം നീ ഉണ്ടാക്കരുതേ എന്ന് പറഞ്ഞാൽ ഇവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ എന്നതാണ് അതിന്റെ അർത്ഥം. എന്താ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാല്? യുദ്ധം എന്ന് പറയുമ്പോൾ ശരീരത്തിൽ വെട്ടേറ്റ് ചോരയൊലിച്ച് അങ്ങനെ അള്ളാഹുവിലേക്ക് യാത്രയാകണം. അതാണ് മകന് വേണ്ടി ഉപ്പ പ്രാർത്ഥിച്ചത്. ബദർ പൊടിയടങ്ങിയപ്പോ 14 ആളുകളാണ് ബദറിൽ ഷഹീദായത്. ഇന്നും നമ്മൾ ബദർ സന്ദർശിക്കുമ്പോ ആ ബദറിന്റെ ചുമലുകളിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ 14 ആളുകളുടെ കൂട്ടത്തിൽ സഅദ് ബിൻ ഖൈസമ എന്ന് രേഖപ്പെടുത്തി വെച്ചത് കാണാൻ സാധിക്കും. അദ്ദേഹം ബദറിൽ മരണപ്പെട്ടു പോയി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പിന്നീട് ഖൈസമ റളിയല്ലാഹു അൻഹുവിന് ബദർ നഷ്ടപ്പെട്ടതിന്റെ സങ്കടം, ദുഃഖം, അദ്ദേഹം വരികയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക്. ഉഹുദിന് അവസരം ചോദിക്കാൻ, നബിയെ, എന്റെ മകൻ സഅദിന്റെ കൂടെ കഴിയാൻ, എന്റെ മകൻ സഅദിന്റെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ എനിക്കൊരവസരം തരുമോ നബിയെ എന്ന് ചോദിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉഹുദിൽ അനുവാദം ചോദിച്ചതിൽ അദ്ദേഹം പങ്കെടുത്തു. ഉഹുദിൽ അദ്ദേഹം രക്തസാക്ഷിയായി ഈ ലോകം വിട്ടുപിരിഞ്ഞു. നമ്മൾ ആലോചിച്ച് നോക്കാം, അവർ പരലോകത്തിനും സ്വർഗത്തിനും വേണ്ടി ഒരുങ്ങി. എന്തു കൊടുത്തിട്ട്? ശരീരം കൊടുത്ത്, രക്തം കൊടുത്ത്, ജീവൻ കൊടുത്തിട്ട് അവരൊരുങ്ങിയെങ്കിൽ നമ്മളൊക്കെ ആലോചിക്കേണ്ടത്, എന്ത് നമ്മൾ ഒരുക്കി, എന്താ നമ്മൾ തയ്യാറെടുത്തത്, നമ്മുടെ പ്ലാനിങ് എന്താണ്, നമ്മുടെ ആലോചനയും നമ്മുടെ പദ്ധതിയും എന്താണ്, നമ്മുടെ കഴിഞ്ഞകാല ജീവിതം എന്തായിരുന്നു, ഇത് നമ്മൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത് എന്താണ് എന്ന് ഗൗരവത്തിൽ നമ്മൾ ആലോചിച്ചിട്ട് നമ്മൾ ഓരോ സെക്കൻഡുകളും പടച്ച റബ്ബിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ നല്ല പരിശ്രമം നടത്തി നാളെ വിയർപ്പ് കണങ്ങളുമായി മരണപ്പെടാൻ നമുക്ക് സാധിക്കണം. ഒരു നല്ല മരണത്തിന്റെ ലക്ഷണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അവരുടെ നെറ്റിയിൽ, പണ്ഡിതന്മാർ പഠിപ്പിച്ചതാണ്, നെറ്റിയിൽ വിയർപ്പ് കണങ്ങൾ ഉണ്ടാകും. പിന്നെ പറഞ്ഞെന്താ അറിയോ?
സനാ ഉന്നാസി ബഅദ മൗതിഹിനാൻ, അവരുടെ മരണശേഷവും ആളുകൾ അവരെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും, നന്മകൾ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ മരിച്ചാലും നമ്മെ ഓർത്ത് നന്മകൾ പറയാനുള്ള ആളുകൾ ഈ ഭൂമിയിൽ ബാക്കിയായിട്ട് ആ നന്മകളുമായി നമുക്ക് നമ്മുടെ ഖബറിൽ ഏറെ സമാധാനത്തോടു കൂടി കഴിച്ചുകൂട്ടാനുള്ള ആ ഒരു തൗഫീക്കിന് വേണ്ടി, ആ ഒരു ഭാഗ്യത്തിന് വേണ്ടി നമ്മൾ ശക്തമായി കൊണ്ട് പണിയെടുക്കാനും പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീക്ക് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഈ ലോകത്തുണ്ടാകുന്ന എന്തെങ്കിലും ഒരു പ്രശ്നമല്ല. ഏറ്റവും വലിയ പ്രതിസന്ധി അത് നമുക്ക് വന്നു ചേരാനുള്ള മരണമാണ്. രണ്ടാമത്തത് ചെന്ന് കിടക്കാനുള്ള ഖബറാണ്. മൂന്നാമത്തത് ചെന്ന് നിൽക്കാനുള്ള പരലോകമാണ്. ഇതൊരാൾക്ക് പ്രശ്നമാണെങ്കിൽ അവർക്ക് ദുനിയാവ് പിന്നെ ഒരു പ്രശ്നമല്ല. എന്നാലോ ഇത് പ്രശ്നമല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം പിന്നെ എല്ലാം പ്രശ്നമായി തീരും. അതുകൊണ്ട് നമ്മുടെ മരണവും ഖബറും പരലോകവും അതായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ചിന്തയായി നമ്മുടെ ഉള്ളിൽ എപ്പോഴും നമ്മൾ കൊണ്ടു നടക്കേണ്ടത്. ഒരിക്കലും അതിനെ വിസ്മരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയരുത് എന്നതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിന് വേണ്ടി ഒരുപാട് സേവനങ്ങൾ ചെയ്ത, യമനിലേക്ക് വരെ പ്രബോധനത്തിന് വേണ്ടി പോയ സ്വഹാബിയായിരുന്നു. അദ്ദേഹത്തിന്റെ അവസാനത്തെ സമയം എന്ന് പറഞ്ഞാൽ കോളറ ബാധിച്ച് രോഗം കലശലായി അദ്ദേഹത്തിന്റെ സക്കറാത്ത് അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു രാത്രിയാണ്. അപ്പൊ ആളുകൾ വന്നിട്ട് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് എല്ലാ അർത്ഥത്തിലുമുള്ള സമാധാനത്തിന്റെ വാക്കുകൾ പറയാൻ. അപ്പൊ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഉൻദുറു അൽ അസ്ബഹ സ്വബാഹ്, നിങ്ങൾ പുറത്തു പോയി നോക്കൂ നേരം വെളുത്തിട്ടുണ്ടോ എന്നത്. എന്തിനാ ആളുകളോട് ചോദിച്ചെന്നറിയോ? അഊദു ബില്ലാഹ് മിൻ ലൈലത്തി സ്വബാഹിഹാ മിനന്നാർ, അല്ലാഹുവേ ഈ രാത്രി പ്രഭാതത്തിന് വേണ്ടി വഴിമാറുമ്പോൾ ഞാൻ സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞാൻ നരകത്തിലേക്കാണെങ്കിൽ അബേ ഞാൻ നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു എന്ന് പറയുന്നത് സ്വഹാബികളുടെ കൂട്ടത്തിൽ ലോകം അറിയപ്പെട്ട മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ആയിരുന്നു. പേടിക്കാൻ അവസാനത്തെ നിമിഷത്തിൽ പോലും. അതുകൊണ്ട് നമ്മൾ നിർഭയരല്ല, നമുക്ക് സമാധാനത്തോടു കൂടി ഇരിക്കാൻ സാധ്യമല്ല. നമ്മൾ അള്ളാഹുവിന് വേണ്ടി, സ്വർഗത്തിന് വേണ്ടി, പരലോകത്തിന് വേണ്ടി, നരകമോചനത്തിന് വേണ്ടി നമ്മുടെ ജീവിതം ഒഴിഞ്ഞു വെക്കുക. അതിനുവേണ്ടി നമ്മൾ മത്സരിക്കുക. ഫൽയതനാഫസിൽ മുത്തനാഫിസൂൻ എന്ന ആ വിശുദ്ധ ഖുർആനിന്റെ പ്രയോഗത്തെ ജീവിതത്തിയായി നമ്മൾ സ്വീകരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന അതിലേക്ക് വിഭവങ്ങൾ പരലോക ജീവിതത്തിൽ ഏറ്റവും നന്നായി മത്സരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഗ്രഹിക്കുമാറാവട്ടെ. വന്നുപോയി വിട്ടുപുറത്തുമാറാവട്ടെ. എല്ലാം ربنا تقبل منا انك انت السميع العليم.